ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇനി പറയുന്നത്. മധ്യകാല ഇന്ത്യയിൽ ആൻറ്റി വർക്ക്സ് ആൻഡ് ആൻറ്റി ക്രാഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കൃഷിയിലൂടെ ഏതെല്ലാം തരത്തിലുള്ള വ്യവസായങ്ങളാണ് പിന്നീട് വന്നത് എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു അസംസ്കൃത വസ്തുവാണ് ആദ്യം നമ്മൾക്ക് ഉണ്ടാകുന്നത്. കൃഷിയിലൂടെ ഉണ്ടാകുന്നത് ഒരു അസംസ്കൃത വസ്തു. അതുകൊണ്ട് എന്തെല്ലാം വ്യവസായങ്ങൾ നമുക്ക് ആരംഭിക്കാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അന്ന് കൃഷി ചെയ്തതിൽ ഓയിൽ സീഡ്സ്, അതുപോലെ തന്നെ കോട്ടൺ തുടങ്ങിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ നമുക്ക് ലഭിച്ചിരുന്നു. ഇതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യവസായങ്ങൾ അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചു എന്ന് വളരെ പടിപടിയായിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ക്രാഫ്റ്റ് ആൻഡ് ആൻറ്റി വർക്ക്സിൽ ആദ്യം തന്നെ പറയുന്നത് ഓയിൽ സീഡ്സ് ആണ്. ഓയിൽ സീഡുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായം എന്ന് പറയുന്നത് ഓയിൽസ് ആണ്. ഓക്കെ, ദെൻ പറയുന്നത് ഷുഗർ കെയിൻ എന്നുള്ളതൊക്കെ വളരെ റാപ്പിഡായിട്ട് എല്ലാവരും കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഷുഗർ കെയിനിൽ നിന്നും പഞ്ചസാര, ശർക്കര മുതലായിട്ടുള്ള വ്യവസായങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വരുന്നതാണ് ഇൻഡിഗോ. ഈ ഇൻഡിഗോ എന്ന് പറയുന്നത് നീലമാണ്. നമ്മൾ ഡൈയിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും തുണിയിൽ ഉപയോഗിക്കുന്നതാണ് നീലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീലം എന്നുള്ളത് ഉണ്ടാക്കുന്ന വ്യവസായം തന്നെയാണ്, അതായത് ഡൈയിങ് എന്നുള്ള വ്യവസായം തന്നെയാണ് ഇൻഡിഗോ എന്നുള്ളതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ദെൻ വരുന്നത് കോട്ടൺ എന്നുള്ളത് നമുക്കറിയാം. കോട്ടൺ തുണികൾ എന്നൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കോട്ടണിൽ നിന്നും ഉണ്ടാകുന്നത്, ഇതുപോലെ തന്നെ കോട്ടൺ വ്യവസായത്തിൽ നിന്നുണ്ടാകുന്നത് തുണികളാണ്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ചർക്ക എന്ന് പറയുന്നത്. ഈ ചർക്കയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് വ്യവസായങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചർക്കയിൽ നിന്ന് വീണ്ടും ലോ മിൽക്ക് എത്തി. അപ്പോൾ ഹൈ ലെവലിലുള്ളൊരു വ്യവസായമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ക്ലോത്ത്സ് ഒക്കെ വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് സിൽക്ക് വോംസിൽ നിന്ന് സിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്തതും. ഓക്കെ, ദെൻ പറയുന്നതാണ് ഹോഴ്സ് ഷൂ. അതായത് ഇത്തരത്തിൽ കൾട്ടിവേഷനൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പലതരത്തിലുള്ള വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, കച്ചവടത്തിന് ഒരുപാട് ആളുകൾ നമ്മളെ ആകർഷിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ യാത്രയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഹോഴ്സുകൾ. മറ്റിതുപോലെ തന്നെ കാറ്റിൽസിനെ വെച്ചിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ യാത്രകളും മറ്റും നടത്തിയിരുന്നത്. ഓക്കെ,